Rajlakshmi Nair, please. Malayalam, this is my first performance and I feel so glad. I had a wonderful audience. Thank you all. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ നല്ലൊരു പാൽപ്പായസം വരിക്കും അതിന് വെറുതെ ഉപ്പ് വാരുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടുന്നില്ല. അടുത്തതായി ഒരു ഡാൻസ് പ്രോഗ്രാം ആരോ നായർ. കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്
ചേതന്റെ തപ്പു വേണം, നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. ഖൈര രാഹുൽ നായർ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്ദമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനി മകളായാൽ അടക്കം വേണം. ഇപ്പോൾ ഇവിടെ അരങ്ങേറിയ ഡാൻസ് നമ്മുടെ പ്രസിഡന്റ് സാർ രാധാകൃഷ്ണൻ നായരുടെ ചെറുകുട്ടിയാണ്. അപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും കുട്ടികളെ കളിപ്പിക്കാനൊക്കെ അറിയാമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഘോഷ ചടങ്ങിൻ്റെ മുഖ്യമായി നടക്കുന്ന മാവേലി അല്പസമയത്തിനുള്ളിൽ എഴുന്നള്ളുന്നതാണ് ഇവിടെ. നമ്മൾ പേര് കൊടുത്തതിൽ ആരാണ് ഇനിയും ഇവിടെ? നേത്രയുണ്ടോ ഇവിടെ? നേത്ര എത്തിയിട്ടുണ്ടോ? ശ്രീ പ്രേംകുമാർ, പ്ലീസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മാനവരെ വരവേൽക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മാവിലയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നു.
നമുക്ക് ഇന്ന് നമ്മുടെ മാവേലി തിരികെ പോകേണ്ടത് കാരണം അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരികെ വന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും, എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും. ശരി. അദ്ദേഹത്തെ ഈ ഇന്നത്തെ ചടങ്ങിലേക്ക് നമ്മുടെ NSSൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. വേളിക്ക് വെളുപ്പാൻ കാലം കാലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. വേളിക്ക് വെളുപ്പാൻ കാലം കാലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. നൂറ് ചൊവ്വായാടി തത്തമ്മേ പഴുക്കടയ്ക്ക് തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണ. 100 ചൊവ്വായാടി തത്തമ്മേ മലക്കടയ്ക്ക് തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണ. ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാ വേളിക്ക് വെളുപ്പാൻ കാലം കാലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി. ആലവട്ടം വീശിയില്ലേ പനയോല കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയില്ലേ. ആലവട്ടം വീശിയില്ലേ പനയോല കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയില്ലേ. പാണപ്പുഴ പനിനീർ തൂണിയ കിഴക്കിനി പടവിൽ പാണപ്പുഴ പനിനീർ തൂകിയ കിഴക്കിനി പടവിൽ വലത്തു കാൽ വച്ചകത്തുവായോ വീരാളിക്കാറ്റേ നന്നാരിപ്പൂവേ നാത്തൂനാരേ. വേളിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം.
ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാധിക്കാത്ത ഒരു ചടങ്ങാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന കൈകൊട്ടിക്കളി ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. A very happy Onam. As we continue the Onam celebrations, we are here with a renowned folk dance of Kerala, Kaikottikali. It is performed by women, young girls, to commemorate the abundance of harvest. Kaikottikali mainly refers to the clapping of hands by the performers. The Kaikottikali part is a rendition of folk songs which is also performed during weddings and auspicious occasions. The team has been trained in Kaikottikali by Srimati Savitri Rajan and her daughter Srimati Sujata Arun, and has won numerous accolades in various competitions organized by Malayalam Manorama, Chemmanur Jewellers, Rasika Ranjini Sabha, Kala Gurjari, to name a few. The team performs regularly on several stages, including Fine Arts Association, Shri Subramanya Samaj Tiruchembur Chadanagar, Shri Ayyappa Temple Shell Colony, Kalina Bhakta Samaj, Mahila Samajam Dadar, Kairali Seva Samiti Chadanagar, and Kshatriya Samajam Mumbai. Under Savitri Rajan, the team delivered a remarkable performance at prestigious NCPA, the Roots IIT Powai. Today's participants are Arati Thampi, Legina Rajan, Revati Mahalingam, Shri Priya Rajan, Suchitra Shetty, and Uma Ishwaran. Our sincere gratitude to the organizers of Nayar Seva Samiti for organizing such a beautiful event and giving us an opportunity to perform on this platform. Thank you very much. മനുഷ്യം മംഗളം വന്നിടാനായി ഭക്ത്യാനിൻ സേവ ചെയ്യുവാൻ സദാമിവിടെ പൂക്കുകയും ഒട്ടുമായി എത്തി നിൻ മക്കളമ്മേ കലിയുഗ വരദേ ദേവി ദുർഗേ നമസ്തേ. തുമ്പമലച്ചൂടും തമ്പുരാൻ തന്നൂടെ മുൻപിലുണ്ടായ മകനിതാ ഞാൻ. ചൂട്ടോരടയും ഇടിയവിലും തരാം വട്ടത്തിൽ വാർത്തുള്ളോരപ്പങ്ങളും ഇവയെല്ലാം വേച്ചിത പൂജ ചെയ്തിടുന്നു ഇടപ്പള്ളി വാഴും ഗണപതിയെ. ശ്രുതിതെല്ലും പിഴയ്ക്കാതെ പാട്ടുപാടിടുവാനായി ആശ്രിതയാമെൻ്റെ നാവിൽ ഇരുന്നരുളൂ. പതിവായി ഞാൻ തവ പാദം വണങ്ങിടാം ഭഗവതി. കഥനങ്ങൾ ഒഴിവാകാൻ തുണയ്ക്ക വേണം. കനച്ചിക്കാട്ടമരുന്ന
ഇവരിരുവരും മമ സാരഥികൾ ഇവരിരുവരും മമ സാരഥികൾ ഇവരുടെ ഗൃഹം തന്നെ നിനക്കും ഗൃഹമറിക ഇവരുടെ ഗൃഹം തന്നെ നിനക്കും ഗൃഹമറിക ഇവ നല്ല സൗജന്യവാരിധികൾ ഇവർ നല്ല സൗജന്യവാരിധികൾ പകലോ മഹാരസത്തിൽ പാകവയ്യഗ്രമല്ലോ പകലോ മഹാരസത്തിൽ പാകവയ്യഗ്രമല്ലോ നിശി പോലിലയനെ വാടമീ നിശി പോലിലയനെ വാടമീ ബാഹുക സാധുമതേ ബാഹുക സാധുമതേ കുമ്മിയടിച്ചിടം കൂട്ടുകാരെ പൊരിക്കുന്നല ഗോകുല ബാല ശ്രീകൃഷ്ണ രാമ മംഗളം നന്ദകുമാര നവനിത ചോര രാധാരമണ പരപൊരുളേ നന്ദകുമാര നവനിത ചോര രാധാരമണ പരപൊരുളേ ആശ്രിതവത്സലതയാ വിനേഷി ഗുരുവായൂർ ഹരി ഗോവിന്ദ ആശ്രിതവത്സലതയാ വിനേഷി ഗുരുവായൂർ ഹരി ഗോവിന്ദ ശ്രീകൃഷ്ണ രാമ മംഗളം ഗോകുല ബാല ശ്രീകൃഷ്ണ രാമ മംഗളം ഇനി നമ്മൾ സദ്യ കഴിച്ചെങ്കിൽ ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം അത്ര പാലപ്രഥമം കൂട്ടിയൊരു സദ്യ കഴിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഈ കയ്യൊട്ടിക്കളി കണ്ടപ്പോൾ. അടുത്തതായിട്ട് നമ്മളെ ഒരു 10-15 മിനിറ്റും സാംസ്കാരിക സമ്മേളനം നടക്കുന്നതായിരിക്കും. നമ്മൾ കഴിയുന്നതും ചില സമയങ്ങളിൽ കാര്യങ്ങൾ നീണ്ടുപോകുന്ന കാരണം ഭക്ഷണത്തിന് കുറേ ലേറ്റ് ആകാറുണ്ട്. ഇന്ന് അത് ക്രമീകരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരും. എല്ലാവരും സഹകരിക്കുക. കഴിവതും 1 മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതാണ്. സാംസ്കാരിക സമ്മേളനത്തിനുള്ള കാര്യത്തിൽ ഒരു അരമണിക്കൂർ എല്ലാവരും സഹകരിക്കുക. അടുത്തതായി അതിനിടയ്ക്ക് ഒരു ഗാനം കൂടെ ഇവിടെ ആലപിക്കുന്നതായിരിക്കും. ശ്രീ പാർവതി വൈശാഖ
ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ചെമ്പൂർ NSS പ്രസിഡന്റ് ശ്രീ G. രാധാകൃഷ്ണൻ നായർ അവരുകളെ ഞാൻ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ കുസുംകുമാരി അമ്മയെ ഞാൻ സാദരം ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങനുസരിച്ചിട്ട് അടുത്തത് ജനറൽ സെക്രട്ടറിയാണ് ക്ഷണിക്കേണ്ടത്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നില്ല. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ട്രഷറർ ശ്രീ സുകുമാരപിള്ള സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ വിശിഷ്ട ശ്രീ സുനിൽ കുമാർ G. നായർ സാറുകളെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. I hope you all are enjoying the program. Today, we are incredibly fortunate to have with us a truly remarkable individual whose tireless dedication to our community has made a lasting impact on so many lives. She is someone who has devoted her time, energy, and wisdom to multiple social organizations, always striving to make the world a better place. Srimati Kusum Kumari Amma, hailing from Pathanamthitta, she has been an active member and leader in numerous organizations, including Santa Cruz Malayali Samajam, where she is serving as a secretary, Kalina Lions Club, Hindu Mahasabha, RSS Seva Samiti, Dharma Raksha Samiti, and Shabrimala Seva Samiti. Madam, it's an honor to have you among us. Can you all put a big round of applause for Madam Leela Bhaskaran to kindly join us on the stage. Madam Leela Bhaskaran to kindly join us on the stage. To felicitate our guest of honor, Srimati Kusum Kumari Amma. I'd like to introduce you all to the next guest of honor, Mr. Sunil Kumar Sir. Hailing from Chenganur, he is a resident of Powai. Sir is serving as a KNS treasurer and works in many prestigious organizations. He owns a software company in Mumbai, requesting our dear president to felicitate our guest of honor, Mr. Sunil Kumar. സങ്കലനത്തിന് മുന്നോടിയായി നമ്മുടെ ഇവിടെ ആചാര്യവന്ദനം കരയോഗം നട്ടു വളർത്തി അതിലൂടെ സമുദായ ക്ഷേമം വളർത്തി നാടാകെ വിജ്ഞാന ദീപം കൊളുത്തി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും ആലസ്യമാണ്ടോരെ തട്ടിയുണർത്തി തമ്മിലടിച്ചോരെ കൂട്ടിയിണക്കി അധ്വാനശീലരായി മാറ്റിയുണർത്തി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും
അന്ധവിശ്വാസങ്ങളാട്ടിയകറ്റി വിദ്വേഷ ചിന്തകൾ വ്യോമിച്ചൊടുക്കി ഐക്യത്തിൽ ശക്തികളൂട്ടി വളർത്തി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും NSS എന്നൊരു സംഘമുയർത്തി സമുദായ ശക്തി തൻ ദുർഗം ചമച്ചു അത് തന്നെ ദേവനും ദേവിയുമാക്കി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും മോഹഭംഗങ്ങളെ തട്ടിത്തകർത്തു ആത്മവീര്യത്തിൻ്റെ ഗീതം മുഴക്കി കർമ്മകാണ്ഡത്തിൻ്റെ കാഹളമൂതി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും സമുദായ സൗഹാർദ്ദം നാട്ടിൽ വളർത്തി ദേശീയ രംഗത്തു നേട്ടങ്ങൾ കൊയ്തു ഭാരത കേസരിയായി വളർന്നു വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും. താങ്ക് യു. ഇത് പലരും കേൾക്കാനിടയില്ല. നമ്മുടെ വിശിഷ്ടാതിഥി സുനിൽ കുമാറിൻ്റെ സംഭാവനയാണ്. ഞാനത് സേവ് ചെയ്ത് ഇന്നിവിടെ അവതരിപ്പിച്ചാണ്. അടുത്തതായി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നമ്മുടെ പ്രസിഡന്റ് സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ കുസുമ കവി അമ്മയും ശ്രീ സുനിൽ കുമാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് ഞങ്ങളുടെ കരയോഗത്തിൻ്റെ വകയും ഞങ്ങളുടെ മറ്റെല്ലാവരുടെയും വകയായിട്ട് അവരുടെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്നു. ഇതല്ലോ സാർ. അടുത്തതായി നമ്മുടെ സംഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന വർഷങ്ങളോളം പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. സംഘടന ഉന്നമനത്തിനും അതിൻ്റെ നിശ്ചിതമായ വളർച്ചയ്ക്കും വേണ്ടി എല്ലാ സമുദായങ്ങളുടെയും നല്ല പ്രചോദനവും സഹകരണവും സഹായവും ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ ഏത് വീട്ടിൽ കയറി ചെന്നാലും ആരും ഒന്നും പറയാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളിൽ പറയുന്ന തുകയിൽ കൂടുതലായിട്ട് കാര്യമായിട്ട് നമ്മളെ സംഭാവന ചെയ്ത് നമ്മുടെ ഈ ചെമ്പൂർ നായർ സമാജം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരും നമ്മളെ കൂടുതൽ ആൾക്കാർ അവർക്ക് സമയക്കുറവ് മൂലം വരാൻ പറ്റില്ലെങ്കിലും നമുക്ക് നല്ല പ്രചോദനം തരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും പ്രയത്നവും അവരുടെ ഫലവും കൊണ്ടാണ് നമ്മുടെ ഈ സംഘടന ഇന്ന് നല്ല രീതിയിലൂടെ നടന്നു പോകുന്നുള്ളതുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അധികം നീട്ടാതെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം. അതിനോടൊപ്പം തന്നെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് കടന്ന് അടുത്ത ചടങ്ങിന് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കുസുംകുമാരി അമ്മയെ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ഞാനിവിടെ അനുവാദം കൊടുക്കുകയാണ്. 5 മിനിറ്റ് മാത്രം എനിക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആലോചിക്കണം എന്താ പറയണ്ടതെന്ന്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഒരു ഓണം കൂടി വന്നെത്തി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേന്ദ്രീയ NSSൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിക്കുന്നു. ഓണത്തിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആകെക്കൂടെ ഉള്ളൊരു ആശയക്കുഴപ്പം മഹാബലി തമ്പുരാനെ വാമനമൂർത്തി എങ്ങോട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. കേന്ദ്രീയ NSSലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 10-33 യൂണിറ്റ്സ് അതിൽ കരയോഗങ്ങളാണ്. അപ്പോൾ എല്ലാ വർഷവും കുറേ സ്ഥലങ്ങളിൽ ഊണ് കഴിക്കാനും പോകും, എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ അവിടെ ബോറിവില്ലിയിൽ ഒരു ക്വിസ് നടന്നു ഓണത്തെക്കുറിച്ച്. അപ്പോൾ മഹാബലിയെ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടതെന്നുള്ളത് അവർ പഠിച്ചിട്ടാണ് വന്നത്, കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ചിലർക്കത് ശരിയല്ല എന്ന് തോന്നി അദ്ദേഹത്തിനെ പാതാളത്തിൽ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് കൂടുതൽ പേരുടെയും വിശ്വാസം. ഞാനും കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നതും അങ്ങനെയാണ്, വിശ്വസിച്ചതും അങ്ങനെയാണ്.
എന്നാൽ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഭാഗവതം മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലായത് മഹാബലി പാതാളത്തിലേക്കല്ല പോയിട്ടുള്ളത്, സുതലത്തിലേക്കാണ്. സുതലം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക ഭൂമിയും അതിന് മേളിലേക്ക് കുറച്ച്, അതായത് ജനലോകം, തപലോകം, അങ്ങനെ സത്യലോകം കുറച്ച് ഉണ്ട്, മുകളിലേക്ക് താഴോട്ടുമുണ്ട് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, പാതാളം, അങ്ങനെ. അപ്പോൾ ഈ സുതലം എന്ന് പറയുന്നത് വിശ്വകർമാവിനാൽ നിർമ്മിതമായ അതിമനോഹരമായിട്ട് സ്വർഗത്തിനെ പോലും വെല്ലുന്ന ഐശ്വര്യവും സമൃദ്ധിയുള്ള ഒരു പ്രദേശമാണ്. അത് ദേവേന്ദ്രനും സ്വർഗവാസികൾക്കൊക്കെ വളരെ അസൂയ തോന്നുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് മഹാബലി തമ്പുരാനെ പറഞ്ഞു വിട്ടത്. അത് പലർക്കും ഒരുപക്ഷെ അറിവായിരിക്കാം, പുതിയ അറിവ്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദനും കൂടെ പോകുന്നുണ്ട്. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ, വിരോചനൻ്റെ മകനാണ് മഹാബലി. മാത്രവുമല്ല, അതിൻ്റെ സുതലത്തിൻ്റെ ദ്വാരപാലകനായിട്ട് നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതിന് അദ്ദേഹം പറയുന്ന അതും ഗദാപാണിയായിട്ടാണ് അദ്ദേഹം പറയുന്ന കാരണം, എത്ര നല്ല ഒരു ചക്രവർത്തിയാണ് ബലിയെങ്കിലും ഒരു അസുരകുലത്തിൽ ജനിച്ചതുകൊണ്ട് ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ വല്ലപ്പോഴുമെങ്കിലും അദ്ദേഹത്തിൽ തല ഉയർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദർശനം കൊണ്ട് അത് നിഷ്പ്രഭമായി പോകും. മാത്രവുമല്ല, ആർക്കും ഇന്ന് വരെ കൊടുക്കാത്ത ഒരു വിശിഷ്ടമായ വരം കൂടെ കൊടുക്കുന്നുണ്ട് മഹാബലിക്ക്. അതായത് അടുത്ത മന്വന്തരത്തിലെ ദേവേന്ദ്രൻ്റെ പദവിയാണ്. അത് കാത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇപ്പം നടക്കുന്നത് സാവർണിക, അടുത്തതാണ് സാവർണിക മന്വന്തരം അതിൽ. അപ്പോൾ മന്വന്തരം എന്ന് പറയുന്നത് ഒരു കാലഗണനയാണ്. നമ്മൾ 4 യുഗങ്ങൾ പറയും, സത്യം, ത്രേത, ദ്വാപരം, കലി, അങ്ങനെ 4 യുഗങ്ങൾ, 71 യുഗങ്ങൾ കൂടുന്നത് ഒരു ഇതായി മാറും. അതിന് മന്വന്തരം എന്ന് പറയും. അങ്ങനെ 14 മന്വന്തരങ്ങൾ കൂടുന്നതാണ് ഒരു കൽപ്പം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഹിന്ദുക്കളായ നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടായിരുന്നു, വായിച്ച മധ്യേ മനസ്സിലായെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതേ ദിവസം തന്നെയാണ് വാമനൻ്റെ അവതാരം. ആ വാമനൻ്റെ അവതാരം ഇതൊരു വാമന ജയന്തി കൂടാണ്. അതും പലർക്കും അതിനെക്കുറിച്ച് നമ്മൾ വാമനനുള്ള പ്രത്യേകത നഷ്ടപ്പെട്ടു പോയി ഈ തിരുവോണം കാരണമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഇത്രയും നായന്മാരെ ഒന്നിച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്നെ നിങ്ങൾ ഇവിടെ ക്ഷണിച്ചതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. മിസ്റ്റർ ബാലകൃഷ്ണൻ നായർ, അദ്ദേഹത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടം കൊണ്ട് പറഞ്ഞ കാര്യമല്ല ഇത്. എങ്കിലും ഞങ്ങൾക്കും NSS കലീനയിലുണ്ട് ഒരു മുരളീധരൻ നായരും, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. പക്ഷേ ബാലകൃഷ്ണനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ KNSSൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പം ഞങ്ങൾക്കുള്ള വളരെ ഒരു നല്ല ടീമാണുള്ളത്. അതിലെ ഒരു കുട്ടനാണ് ഇരിക്കുന്നത്, ഞങ്ങളുടെ സുനിലും. നല്ല ടീമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ഇലക്ഷനും വരുന്നു. അപ്പം ഞാൻ മിസ്റ്റർ സുനിലിനോടും മിസ്റ്റർ ബാലകൃഷ്ണനോടും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ 2ാമത് നോമിനേഷൻ ഫില്ല് ചെയ്യണം. അടുത്ത ഇതേ കമ്മിറ്റി വന്ന് കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആരെയെങ്കിലും ഏൽപ്പിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 10 സുനിലിനെയും 10 ബാലകൃഷ്ണന്മാരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നായന്മാരെന്നേ നന്നായി പോകും. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ കുറച്ച് സുനിൽമാരെയും, അതുപോലെ ഞങ്ങളുടെ പ്രസിഡൻറ്റും മിസ്റ്റർ ഹരികുമാർ മേനൻ, ഇങ്ങനെയൊക്കെ വളരെ അധികം താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. ബിസിനസ്സാണ്, ചിലർക്ക് ജോലിയാണ്, എങ്കിലും അതിൽ സമയം കണ്ടെത്തി സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ നായരെ അതിനെ അഭിനന്ദിക്കുന്നു. ഞാൻ ബാലകൃഷ്ണൻ നായരുടെ സമ്മതത്തോടുകൂടി വിത്ത് ഹിസ് പെർമിഷൻ ഒരു 5 മിനിറ്റ് എടുക്കുകയാണ്. ഇത് ഓണത്തെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ പറയാനല്ല. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അതിനെ അധികം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഇത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ കാര്യമാണ്. നമുക്ക് തോന്നും നമ്മുടെ അസ്തിത്വത്തിന് എന്താണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായതെന്ന്. എല്ലാവർക്കും മലയാളം അറിയാമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ജനിച്ചു വളർന്ന കുട്ടികൾക്കും, ഇല്ലേ? നമ്മുടെ വയനാട് ദുരന്തം നമ്മൾ കണ്ടു. ഇത് ഓൾറെഡി പ്രെഡിക്റ്റഡ് ആയിരുന്നു.
നമ്മൾ എരന്ന് വാങ്ങിച്ചതാണ്. മാധവ് ഗാഡുൽജി പണ്ടേ പറഞ്ഞിരുന്നു, ഇങ്ങനെ പശ്ചിമഘട്ടത്തിനെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ദുരന്തത്തിലേക്ക് പോകും. അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഈ വയനാട്. ഞാൻ 2 പ്രാവശ്യം അവിടെ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന് അമൃതാനന്ദമയി അമ്മയുടെ ഒരു മഠമുണ്ട് അവിടെ മാനന്തവാടിയിൽ, അതിൻ്റെ ഇനോഗ്രേഷനും ബ്രഹ്മപ്രതിഷ്ഠയ്ക്കുമൊക്കെ ഞാൻ കാണാൻ പോയിരുന്നു. ആർക്കും കൊതി തോന്നും, സ്വർഗം ആണോ എന്ന് പോലും തോന്നും, അത്ര പച്ചിപ്പാണ് അവിടെ കാണാനുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈശ്വരനെ ശപിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ എരന്ന് വാങ്ങിയതാണ്. എല്ലാ വൃക്ഷങ്ങളും വെട്ടിമുറിച്ചു. വൃക്ഷങ്ങളുടെ വേരാണ് ശരിക്കും മണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് മഴവെള്ളത്തിനെയൊക്കെ തടയുന്നത്. അതുപോലെ ഖനികൾ, ക്വാറികൾ കണ്ട മാതിരി ഉണ്ടായി. വീടുകളും ചെറിയ ചെറിയ കുന്നുകളും ഇടിച്ചു പൊളിച്ചിട്ടാണ് വീടുകൾ പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഈ ദുരന്തം വന്നത് നമ്മൾ ചോദിച്ചതാണല്ല, ഈശ്വരൻ്റെ ശാപമോ ദേഷ്യമോ അല്ല. പണ്ടത്തെ കാലങ്ങളിൽ ഒരു വൃക്ഷം മുറിച്ചിട്ടുണ്ടെങ്കിൽ 10 വൃക്ഷം നടുന്നാണ് പറയുക. മാത്രവുമല്ല, ഒരു വൃക്ഷം ഒരു വീട് വെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വൃക്ഷത്തിൻ്റെ പൂജ ചെയ്യും ആദ്യം. അതിനോടതിൻ്റെ അനുവാദം ചോദിക്കും. എനിക്കൊരു വീടുണ്ടാക്കാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പൂജ. അത് വൃക്ഷ ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, 1 or 2 വെട്ടിയിട്ട് ആ വൃക്ഷം അങ്ങനെ 2-3 ദിവസത്തേക്ക് വിടും. കാരണം അതിൽ നമ്മൾ വീടിന് വേണ്ടിയാണത് മുറിക്കാൻ പോകുന്നതെങ്കിലും പലരുടെയും വീട് അതിലുണ്ട്. അക്കാര്യം നമ്മൾ മറക്കും. ചെറിയ ജന്തുക്കളുടെ ഉണ്ടാവാം, ചെറിയ മൃഗങ്ങളുടെ, ഇഴജന്തുക്കളുടെ, പക്ഷികളുടെ, ഇൻസെക്ട്സിൻ്റെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സമയം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് രക്ഷപ്പെട്ടോളൂ, ഞങ്ങളിത് മുറിക്കാൻ പോവുകയാണെന്ന്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ നമുക്ക് ജന്മം തരുന്നുവെങ്കിലും നമ്മുടെ പോറ്റമ്മ ആരാണ്? പോറ്റമ്മ പ്രകൃതിയാണ്. പ്രകൃതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഹെഡ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് മനുഷ്യനെ പറയുമ്പോഴും അവൻ്റെ വിചാരം ഈ പ്രകൃതി എന്ന് പറയുന്നത് വ്യത്യസ്തവും ഞാൻ വ്യത്യസ്തവുമാണ്, എനിക്കെന്തും ഈ പ്രകൃതിയോട് ചെയ്യാം. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയെ ബലാത്സംഗം ചെയ്യുകയാണ്. അതൊരിക്കലും പാടില്ല. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ 4 കിങ്ഡത്തിനെ കുറിച്ച് പറയും. മിനറൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം ആൻഡ് ഹ്യൂമൻ കിങ്ഡം. മിനറൽ കിങ്ഡത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്ലാന്റ് കിങ്ഡം ഉണ്ടാകുന്നത്. പ്ലാന്റ് കിങ്ഡവും മിനറത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആനിമൽ കിങ്ഡം ഉണ്ടാകുന്നത്. ഈ 3നെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹ്യൂമൻ കിങ്ഡം. അപ്പം നമ്മളില്ലെങ്കിലും ഈ ബാക്കി 3 കിങ്ഡത്തിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ നമ്മളുടെ ചെടികളും വൃക്ഷങ്ങളും പോലും വളർന്നു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അവർക്കതിൽ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അപ്പോൾ ആ അർത്ഥത്തിൽ പ്രകൃതി പോറ്റമ്മയാണ്. പക്ഷേ ഇതിനൊരു സൃഷ്ടാവുണ്ട്. അതിനെ നിങ്ങൾ ഏത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. സുപ്രീം കോൺഷ്യസ്നെസ് എന്നോ ഇൻ്റലിജൻസ് എന്നോ ദൈവമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അതിൻ്റെയും കൂടെ കുട്ടികളാണ് ഈ 3 കിങ്ഡം. അപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പം നമ്മളെ എങ്ങനെ പ്രകൃതി വെറുതെ വിടും? ഇവിടെയാണ് ഗാന്ധിജി പറഞ്ഞ ഒരു വാക്കിൻ്റെ പ്രസക്തി. ദർ ഈസ് ഇനഫ് ഫോർ ദ നീഡ് ഓഫ് മാൻ ബട്ട് നോട്ട് ഫോർ ഹിസ് ഗ്രീഡ്. അതാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ അസ്തിത്വത്തിൻ്റെ കാര്യം പറയാൻ വരുന്നത്, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പുറകിലും ഈ പ്രപഞ്ചത്തിൻ്റെ സകല ചരാചരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കാരണം പരാഗണം നടക്കണം, പോളിനേഷൻ വേണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. ഐൻസ്റ്റീൻ ആണെന്നാണ് തോന്നുന്നത്, ഞാൻ എവിടെയോ ഒരു ലെക്ചറിൽ കേട്ടതാണിത്. പറഞ്ഞിരുന്നു, മാനവരാശിയുടെ അന്ത്യമുണ്ടാകും 5 വർഷത്തിനകം. എങ്ങനെ? തേനീച്ചകളില്ലാതെ വന്നാൽ, അവർ എക്സ്റ്റിങ്ക്റ്റായി വന്നാൽ ദർ വോണ്ട് ബി എനി പോളിനേഷൻ. പരാഗണമില്ലാതെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ബുദ്ധി നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന ഒരു തേങ്ങയ്ക്ക് 25, 30, 40 രൂപയാണ് ആണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ അല്ല. അതിൽ എത്രയോ പേരുടെ സഹകരണത്തോടു കൂടിയാണ്. ഒരു പക്ഷേ അത് വെച്ചിട്ടുള്ള വ്യക്തി പോലും ഇന്ന് ജീവനോടുണ്ടാവില്ല. അത് മൈസൂരിൽ നിന്നാണോ വരുന്നത്, ശ്രീലങ്കയിൽ നിന്നാണോ അതോ കാലിക്കട്ടിൽ നിന്നാണോ എന്ന് നമുക്കറിയില്ല. നമ്മളതിനെ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ ഈ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെ നമ്മൾ ഹംബിൾ ഡൗൺ ആവും. അത് മഴ കൊണ്ടുണ്ട്, വായു കൊണ്ടുണ്ട്, തേനീച്ചകൾ കൊണ്ട്, ചിത്രശലഭങ്ങൾ കൊണ്ടുണ്ട്, പക്ഷികൾ കൊണ്ടൊക്കെയുണ്ട്. ഇവരെ വല്ലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഇവർ പ്രകൃതിയുടെ ഭാഗമല്ലേ? അപ്പോൾ ഈ പ്രകൃതിയെ രക്ഷിക്കണമെങ്കിൽ
രക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ നമ്മൾ ഫോറിനേഴ്സിൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം പറയാറില്ല, അവരുടെ മോശ കാര്യങ്ങളെ പറയാറുള്ളൂ. അവർ പറയുന്ന, എൻ്റെ ഹസ്ബൻഡ് ഈ ലോകം മുഴുവൻ കറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഓരോ നാട്ടിലെ പ്രത്യേകതകൾ വന്ന് പറയും. ഒരു സ്കാൻഡിനേവിയൻ കമ്പനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഇപ്പോൾ പറഞ്ഞു, ഒരു വീട് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ മലയോ പറ്റുകയാണെങ്കിൽ ആ വൃക്ഷത്തെ പോലും അതിൽ നിർത്തിയിട്ടാണ് അവർ ചെയ്യുക. അവർ പറയുന്നത്, ദ വേ വി ഹാവ് റിസീവ്ഡ് ഇറ്റ് ഫ്രം അവർ ആൻസസ്റ്റേഴ്സ്, അതിനെ നന്നാക്കിയില്ലെങ്കിലും അതിനെ മോശപ്പെടുത്താതെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. നമ്മളിപ്പം ബാഹുബലിക്ക് നമ്മുടെ പിതൃക്കളെ പൂജയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അന്നം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ പിതൃക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ കടം. അച്ഛനമ്മമാരോടുണ്ട്, ഗുരുക്കന്മാരോടുണ്ട്, പ്രകൃതിയോടുണ്ട്, ഋഷികളോടുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ പ്രകൃതിയുടെ കടത്തെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കാറില്ല. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ പ്രകൃതിയെ നമുക്ക് കിട്ടിയത് നന്നാക്കിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതിനെ ഭംഗിയായിട്ട് മെച്ചമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വയനാടിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാനെങ്കിൽ നിങ്ങളെ ഇദ്ദേഹം അറേഞ്ച് ചെയ്താൽ ഞാനൊരു ദിവസം വരാം. ഞാനിങ്ങനെ ഏത് തരത്തിലുള്ള പര്യാവരണത്തെക്കുറിച്ചുള്ള കാര്യം വന്നാലും അത് കേൾക്കാൻ പോകുന്ന ഒരാളാണ്. അത് കാരണം കുറച്ചും കൂടെ വിപുലമായിട്ട് ആ സമയത്ത് നമുക്ക് പറയാം. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എന്നെ വിളിച്ചതിന് നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രോഗ്രാം വളരെ സൂപ്പറായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് കുട്ടികൾ പാടിയത്, ഡാൻസ് ചെയ്തത്. കൈകൊട്ടിക്കളി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത്, ഇത് പണ്ട് അതിസമർത്ഥമായിട്ടുള്ള വിശാലമായ ഐശ്വര്യമുള്ള 4 കെട്ട് 8 കെട്ടിൽ നിന്നായിരുന്നു നമ്മുടെ പൂർവികർ. അങ്ങനെയുള്ള ഒരു 8 കെട്ടിൻ്റെയോ 4 കെട്ടിൻ്റെയോ പൂമുഖത്തിൽ ഞാൻ ചെന്ന് നിന്ന് സുന്ദരികളായ മങ്കകളുടെ കൈകൊട്ടിക്കളി കണ്ട ഒരു സന്തോഷം എനിക്കുണ്ടായി. താങ്ക് യു. വൃക്ഷത്തെ പോലും അതിൽ നിർത്തിയിട്ടാണ് അവർ ചെയ്യുക. അവർ പറയുന്നത്, ദ വേ വി ഹാവ് റിസീവ്ഡ് ഇറ്റ് ഫ്രം അവർ ആൻസസ്റ്റേഴ്സ്, അതിനെ നന്നാക്കിയില്ലെങ്കിലും അതിനെ മോശപ്പെടുത്താതെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. നമ്മളിപ്പം ബാഹുബലിക്ക് നമ്മുടെ പിതൃക്കളെ പൂജയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അന്നം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ പിതൃക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ കടം. അച്ഛനമ്മമാരോടുണ്ട്, ഗുരുക്കന്മാരോടുണ്ട്, പ്രകൃതിയോടുണ്ട്, ഋഷികളോടുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ പ്രകൃതിയുടെ കടത്തെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കാറില്ല. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ പ്രകൃതിയെ നമുക്ക് കിട്ടിയത് നന്നാക്കിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതിനെ ഭംഗിയായിട്ട് മെച്ചമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വയനാടിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാനെങ്കിൽ നിങ്ങളെ ഇദ്ദേഹം അറേഞ്ച് ചെയ്താൽ ഞാനൊരു ദിവസം വരാം. ഞാനിങ്ങനെ ഏത് തരത്തിലുള്ള പര്യാവരണത്തെക്കുറിച്ചുള്ള കാര്യം വന്നാലും അത് കേൾക്കാൻ പോകുന്ന ഒരാളാണ്. അത് കാരണം കുറച്ചും കൂടെ വിപുലമായിട്ട് ആ സമയത്ത് നമുക്ക് പറയാം. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എന്നെ വിളിച്ചതിന് നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രോഗ്രാം വളരെ സൂപ്പറായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് കുട്ടികൾ പാടിയത്, ഡാൻസ് ചെയ്തത്. കൈകൊട്ടിക്കളി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത്, ഇത് പണ്ട് അതിസമർത്ഥമായിട്ടുള്ള വിശാലമായ ഐശ്വര്യമുള്ള 4 കെട്ട് 8 കെട്ടിൽ നിന്നായിരുന്നു നമ്മുടെ പൂർവികർ. അങ്ങനെയുള്ള ഒരു 8 കെട്ടിൻ്റെയോ 4 കെട്ടിൻ്റെയോ പൂമുഖത്തിൽ ഞാൻ ചെന്ന് നിന്ന് സുന്ദരികളായ മങ്കകളുടെ കൈകൊട്ടിക്കളി കണ്ട ഒരു സന്തോഷം എനിക്കുണ്ടായി. താങ്ക് യു. എന്നെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ പ്രത്യേകം ഇവിടെ ക്ഷണിച്ചതാണ് കേട്ടോ. അടുത്തതായിട്ട് 2 വാക്ക്, വെറും 2 മിനിറ്റ്, ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് ക്ഷമിക്കണം. 10 മിനിറ്റിനുള്ളിൽ എല്ലാം നമ്മൾ ക്ലിയർ ആക്കുന്നതായിരിക്കും. നമ്മുടെ വിശിഷ്ടാതി സുനിൽകുമാർ സാർ 2 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഈ വൈകിയ വേളയിലെ 1 മണി കഴിഞ്ഞു. ഓണത്തിന് നമുക്ക് വിശേഷിച്ച് വേണ്ടത് ഓണസദ്യ തന്നെയാണ്. മറ്റ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഡൈജസ്റ്റ് ആകില്ല. ഇന്ന് ബോംബെയിൽ ഏകദേശം 78 സ്ഥലത്ത് ഓണാഘോഷം നടക്കുകയാണ്. പല പല സാമുദായിക സംഘടനകൾ, മലയാളി ക്ലബ്ബുകൾ, മലയാളി ഓർഗനൈസേഷൻസ് 78 ഓണസദ്യ നടത്തുകയാണ്. മഹാരാഷ്ട്രയിൽ ഓണം തീരുന്നത്
നവംബർ ഫസ്റ്റ് വീക്കിലാണ് ലാസ്റ്റ് ഓണസദ്യ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും ലാസ്റ്റ് ഓണസദ്യ നടക്കുന്നത് പവായിലാണെന്ന് തോന്നുന്നു, നവംബറിലാണെന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഓണസദ്യ നടക്കുന്നത്. ഓഗസ്റ്റ് 15 തുടങ്ങി വെച്ച ഓണമാണ് മഹാരാഷ്ട്രയിൽ. അത് തീരുന്നത് ഏകദേശം നവംബർ ലാസ്റ്റിലാണ് ഓണം തീരുന്നത്. കേരളത്തിൽ പോലും ഓണം ആ 5 ദിവസം ഞങ്ങൾക്ക് ആറന്മുളക്കാർക്ക് ഉത്രട്ടാതിയോടെ ഓണം കഴിഞ്ഞു. പിന്നെ ഓച്ചിറക്കാർക്ക് കന്നിമാസം 28 കന്നിമാസത്തിലെ തിരുവോണത്തോടെ അവിടുത്തെ കേരളത്തിലെ ഓണം കഴിഞ്ഞു. പക്ഷേങ്കിൽ ബോംബെ മലയാളികൾക്ക് ഓണം ഏകദേശം ഒരു 3 മാസമാണ്. ഇനിയും അങ്ങനെ ഈ നമ്മളുടെ ആചാരങ്ങൾ കേരളത്തിനെക്കാട്ടിലും സമ്പൂർണ്ണമായിട്ട് തുടർന്ന് കൊണ്ടുപോകുവാൻ ബോംബെ മലയാളികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ നായർ സേവാ സമിതിയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഓണം ആഘോഷത്തിന് നിങ്ങളുടെ സ്നേഹാദനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നായന്മാർ ഈ ഓണം ആഘോഷിക്കുന്നത് നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പറയുന്നത് നായന്മാർ ഓണം ആഘോഷിക്കുന്നത് നിർത്തണം. നായന്മാർക്ക് സ്ഥാനീയമായ ഒരു സ്ഥാനമില്ല. ഓണം ആഘോഷിക്കുന്നത് നായന്മാർ നിർത്തുക. ഒരു വർഷം ഏകദേശം 55-60 ഓണം ആഘോഷിക്കാറുണ്ട് നായന്മാർ. 5 മുതൽ 10 ലക്ഷം വരെ നമ്മൾ മുടക്കാറുണ്ട്. ആ മുടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുടക്കുന്നത് 50 ഓണമാണെങ്കിൽ 50 × 5 ലക്ഷം 2.5 കോടിയാണ് നമ്മൾ മുടക്കുന്നത്. നമ്മൾ 2 വർഷം ഓണം മുടക്കിയാൽ നമുക്ക് 5 കോടി രൂപയാവും. ആ 5 കോടി രൂപ കൊണ്ട് നമുക്കൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാം. നമ്മുടെ പണ്ടത്തെ കൂട്ടാണ് ഇപ്പോഴും നമ്മൾ നായന്മാർ പോകുന്നത്. കാണം വിറ്റ് ഓണം ഉണ്ണുക, മുടിച്ച് മുക്കുറയിടുക, അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ KNSSകളോടും എല്ലാ NSകളോടും പറയുന്നത്, നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയണം, ഞങ്ങൾക്കിനി ഓണം വേണ്ട 2 വർഷത്തേക്ക്. നിങ്ങൾ ഈ ഓണത്തിന് കൊടുക്കുന്ന പൈസ ഒന്നിച്ച് സമാഹരിച്ച് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടാ? ഓണം നമുക്ക് എല്ലാ വീട്ടിലും ഓണമുണ്ട്. ഏത് വീട്ടിലാണ് ഇപ്പോൾ ഓണമില്ലാത്തത്? അപ്പോൾ എല്ലാ നായന്മാരോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ യൂണിറ്റ് ശക്തമായി പറയുക, അടുത്ത വർഷത്തെ ഓണത്തിൻ്റെ തുക ഒന്നിച്ച് സമാഹരിച്ച് നമ്മൾക്ക് ഒന്നിച്ച് കൂട്ടായി നിന്നുകൊണ്ട് ഒരു സംരംഭം കെട്ടിപ്പടുക്കാം. അതല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹാളുമില്ല, ഒന്നുമില്ല, നമുക്ക് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരും. ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്കൾ പറഞ്ഞതിന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഭരതനാട്യവും കൈകൊട്ടിക്കൊള്ളിയും കോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഓണാഘോഷം തന്നെ വേണം. ഞാൻ ശ്രമിക്കാം താങ്കൾ അനുസരിച്ച് നിർത്താൻ വേണ്ടി. എനിവേ, നമ്മുടെ ഇന്നത്തെ ഒരു ഗസ്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വെൽ നോൺ പേഴ്സണാലിറ്റി ഓഫ് ചെമ്പൂർ മിസ്റ്റർ ആശിഷ് ഗഡ്കരി. അദ്ദേഹത്തെ ഒരു 2 മിനിറ്റ് ഫെലിസിറ്റി ചെയ്യാൻ ഞാൻ ഐ കോൾ മിസ്റ്റർ ഫെലിസിറ്റി ടു കം ഓൺ ദ സ്റ്റേജ് പ്ലീസ് ഫോർ എ മിനിറ്റ്. Not only here to celebrate Onam, but also to acknowledge the incredible work being done by organizations dedicated to making a difference in our community. One such organization is Zebro Foundation, which has been tirelessly working towards the welfare of the people. Zebro Foundation, located in Chembur, Mumbai, is actively involved in social causes of local community. It is my honor to introduce you to the visionary behind the foundation, Mr. Ashish Gadkari, who has a vision for Chembur with healthcare, insurance for the needy, education and sports as the major areas where works needs to be done. Zebro also has a future goal and wants to be getting involved in providing pet rescue and care facilities in Chembur area, which currently has no such facilities. Please join me in welcoming sir with a big round of applause. I request Bhaskaran Nair sir to kindly join us on the stage to felicitate Gadkari sir. Thank you so much. A grand and warm welcome to all the Nair community, and thanks to the Nair Samiti for felicitating me and my foundation. I am very thankful to the President, Shri Gopal Krishna Nair,
Shri Kumar Pillai, and Mr. Balan Nair. With due respect to all the dignitaries sitting on the dais and off the dais, myself, Ashish Gadkari, would once again thank everybody. And a few topics of our Zebra Foundation, I think everything has been explained to you. We are an organization running from 8 to 10 years for the communal benefits, sort of like healthcare benefits for the poor and needy, some sports, education activities running all across the chamber. Tomorrow, anything required from foundation for the Samiti, I would be very thankful to that. Regarding the medical camps or any specialized medical camps, I request the Samiti to please get in touch with me. Thank you so much. Once again, wishing you every individual happy Onam Sandhya. Thank you so much. പാസ്സായ അദ്വൈത് മനോജ് പിള്ളൈ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരാൻ. അടുത്ത സീനിയർ സിറ്റിസൺ ആദരിക്കുകയാണ്. ഇന്ന് 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചെന്ന് പറയാനുള്ളത്, കാരണം എല്ലാ പക്ഷം നമ്മളെല്ലാവരോടും വയസ്സ് ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, കാരണം വയസ്സ് ചോദിക്കുന്ന അത്ര ശരിയാവുന്ന ഒരു രീതിയല്ല. അതുകൊണ്ട് അങ്ങനെ ആർക്കും ഇതിൽ മുമ്പ് കിട്ടാത്തതുണ്ടെങ്കിലും ഇനി കിട്ടാൻ താല്പര്യപ്പെടുന്നു 75 വയസ്സിന് മേലെയുള്ളവർ, വയസ്സ് പറയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ മാത്രം ഇത് ഇടയ്ക്ക് ഞങ്ങൾ കളക്ഷൻ വരുമ്പോഴോ അങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്തൊന്ന് അറിയിച്ചാൽ നമ്മൾ അതിന് വേണ്ടിയ പരിപാടികൾ നടത്തുന്നതായിരിക്കും. ഇന്നത്തെ സീനിയർ സിറ്റിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശാന്ത രവീന്ദ്രൻ നായർ, തിലക്നഗർ ബിൽഡിംഗ് നമ്പർ 4, വിജയ മേനോൻ, ബ്രൈറ്റ് ഹേവൻ, ഡയമണ്ട് ഗാർഡൻ, മിസ്റ്റർ ആർ പ്രഭാകരൻ നായർ, ഗരോഡിയ നഗർ, മിസ്റ്റർ PS മേനോൻ, അസിസി നഗർ. ഇവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്വൈത് മനോജ് ഉണ്ടോ ഇവിടെ? ആരുണ്ട്? കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. പിള്ളേർ വരാറില്ല, അച്ഛന്മാരെ വരാറുള്ളൂ. വരൂ പ്ലീസ്. ഉടൻ തന്നെ ഭക്ഷണം ആരംഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കും. അറിയാം. ശാന്ത ചേച്ചി വരൂ പെട്ടെന്ന്. വിജയ മേനോൻ മാഡം, PR സുനിൽ സാർ, പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. അത് വാങ്ങിയിട്ടേ പോകാവൂ, ഭക്ഷണം കഴിഞ്ഞിട്ടും. പെസന്തോകർ പ്രഭാകരേട്ടൻ വരൂ പ്ലീസ്, സമയമില്ല, പെട്ടെന്ന് വരൂ. യൂണിറ്റിൽ നിന്ന് വന്നിരുന്ന റെപ്രസെൻറ്റേറ്റീവ് ദയവായി സ്റ്റേജിലോട്ട് വരാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
దని ని ద దని ద మ ద ని ద ద Sari sari gama pama gama gama pada ni da pada pada ni sari 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 ni gama pama ni gari gama gama da mada ni gama ri gama gama da mada ni da ni mada ni ri mada ni da ni ri gari gama pama gama pa da
യശോദ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കടിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി താങ്ക് യു. അടുത്തൊരു അയ്യപ്പ സ്തുതിയെക്കുറിച്ചുള്ള ഭരതനാട്യമാണ്.
അഖില ഭുവന ദീപം ഭക്തചിത്താബ്ജസൂനം സുരഗണ പരിസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹര സുതമീശം താരക ബ്രഹ്മരൂപം ശബരിഗിരിനിവാസം ഭാവയേ ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുകം തരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാചിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ കലമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാചിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ Hello, hello. Prego. ആരെങ്കിലും ഉണ്ടോ ജോയിൻ दिल धड़काए
सीटी बजाए रे दिल धड़काए सीटी बजाए ओ बीच सड़क पे नखरे दिखाए सारे ओ करके इशारे ओ लड़की हाँ ओ लड़की आंख मारे ओ लड़की आंख मारे ओ लड़की आंख मारे ഈ കുട്ടി എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം ആൻഡ് ഈസ് എ വെരി ഗുഡ് ഡാൻസർ Come on, Ranveer Singh. जहाँ जहाँ जाऊँ मेरे पीछे पीछे आए गली गली के आशिक सारे मेरा होना चाहे हाँ जहाँ जहाँ जाऊँ तेरे पीछे पीछे आए हम तो हैं दीवाने तेरे तेरा होना चाहे हाँ दिल धड़काए सीटी बजाए रे दिल धड़काए सीटी बजाए ओ बीच सड़क पे नखरे दिखाए सारे ओ करके इशारे ओ लड़की हाँ ओ लड़की आंख मारे ओ लड़की आंख मारे ओ लड़की आंख मारे പകൽ മുഴുവൻ പണിയെടുത്ത് പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ പകൽ മുഴുവൻ പണിയെടുത്ത് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി ജാമ്യം കിട്ടാൻ പൊല്ലായി പായല്ലോ വേലായുധോ ജാമ്യം കിട്ടാൻ പൊല്ലായി പായല്ലോ വേലായുധ പകൽ മുഴുവൻ പണിയെടുത്ത് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ പെണ്ണ് കെട്ട കാലം കെട്ടും പ്യൂണായ വായും കെട്ടും കാര്യം കഴിഞ്ഞ മതി കളി വേലായുധോ കാര്യം കഴിഞ്ഞ മതി കളി വേലായുധ പകൽ മുഴുവൻ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ കന്നിമാങ്ങ പ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണ എന്റെ പൊന്നാരെ വീഴാതെ സൂക്ഷിക്കണ കോളേജ് പോകുമ്പോ പല മോഹം കാണുമ്പോ എന്നെയും ഓർത്തിടണേ എന്റെ പൊന്നാരെ എന്നെയും ഓർത്തിടണേ പ്രായത്ത് ഇന്നലെ നീട്ട് മിന്നുന്ന പവട ആരുടെ കാശാണടി എന്റെ പൊന്നാരെ ആരുടെ കാശാണടി പ്രായത്ത് ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്
വെള്ളത്തിലായി നേരം പോയി മീനും ചീരേ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചെമ്മലി കറി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കണേ ഭരത്തിന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പറക്കം പാച്ചിൽ തുടക്കം കൊട്ടയടി തങ്കമ്മേ ഭരത്തിന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പറക്കം പാച്ചിൽ തുടക്കം കൊട്ടയടി തങ്കമ്മേ ആണിന്റെ മാനം താകണ താരടി തങ്കമ്മോ ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മാനം ആകണ താരടി തങ്കമ്മോ ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മേ ഇത് പഴനിയാണ്ടവൻ നനിഞ്ഞതാണടി തങ്കമ്മേ മരത്തിന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പാരകം മരത്തിന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പാരകം പാച്ചിൽ തൂടകം കൊട്ടിടി തങ്കമ്മേ അപ്പരല പരല അപ്പരല പരല അപ്പരല പരല പരല പൂവാല പരല പരല ഇന്നലെ നേരത്തി പരല വെള്ളത്തിലോടുന്നല്ല അപ്പരല പരല 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 പൂവാല പരല പരല ഇന്നലെ നേരത്തി പരല വെള്ളത്തിലോടുന്നല്ല മോളെ ഞാൻ നിക്കാഹ് ചെയ്ത് ആകെ കുഴപ്പത്തിലായി കാലത്തേണിക്കൂല മുറ്റമടിക്കൂല വല്ല പോലും തേക്കൂലെന്ന് മോളെ ഞാൻ നിക്കാഹ് ராக்கம்மா பல்லாக்கு நினைது என் நெஞ்சில் சொருகுமடி கண்ணாடி மூக்குத்தி மாடிக்க சிறப்பு மச்சானை ஒழுகுமடி கண்ணாடி ராக்கம்மா பல்லாக்கு நினைது என் நெஞ்சில் சொருகுமடி கண்ணாடி மூக்குத்தி மாடிக்க சிறப்பு जादू ये चल गया मेरा दिल फिसल गया अरे डार्लिंग पहले से तू इतना बदल गया स्ट्रॉन्गली ये जादू तेरा मुझ पे चल गया साड़ी के फॉल सा कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे साड़ी के फॉल सा कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे टच करके टच करके टच करके टच करके जीने से दिल कट करके कट करके कट करके कट करके दिल मेरा अटैच किया रे कभी छोड़ दिया दिल कभी कैच किया रे साड़ी के फॉल सा कभी मैच किया रे कभी छोड़ दिया दिल कभी कैच किया रे थैंक यू सो मच होप यू आर